ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. എസിയുടെ രണ്ടാമത്തെ മൊഡ്യൂളിലുള്ള ഷോർട്ട് സ്റ്റോറി മ്യൂച്വൽ ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഡോത്ത് നോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡാനിഷ് റൈറ്റർ എഴുതിയതാണ് ഈ ഷോർട്ട് സ്റ്റോറി. അപ്പോൾ മ്യൂച്വൽ ഡിസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ പരസ്പരം തകർക്കുക അല്ലെങ്കിൽ പരസ്പരം ഉണ്ടാകുന്ന തകർച്ച, അങ്ങനെ ഒരു ഐഡിയയാണ് നമുക്ക് ആ ടൈറ്റിൽ നിന്ന് കിട്ടുന്നത്. അതേപോലൊരു ഐഡിയ തന്നെയാണ് ഇതിൻ്റെ പ്ലോട്ടിലും ഉള്ളത്. നമുക്ക് നരേറ്റ് ചെയ്ത് തരുന്ന പോലെയാണ് ഈ സ്റ്റോറി ഉള്ളത്. നരേഷൻ എന്ന് വെച്ചാൽ ഒരാളുടെ ചിന്ത അല്ലെങ്കിൽ അയാൾ കാണുന്ന കാര്യങ്ങൾ അയാൾ നമ്മളോട് ഷെയർ ചെയ്യുന്ന പോലെയാണ് കഥ എഴുതിയിട്ടുള്ളത്. കഥയുടെ ഒരു വളരെ സിമ്പിളായിട്ട് ഞാൻ കഥ എന്താണെന്ന് പറഞ്ഞുതരാം. ബേസിക്കലി രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ളതും അതുപോലെ തന്നെ അതിലൊരു സുഹൃത്തും അയാളുടെ ഭാര്യയും തമ്മിലുള്ള ബന്ധം, അങ്ങനെയുള്ള രണ്ട് റിലേഷൻഷിപ്സാണ് നമുക്ക് ബേസിക്കലി ഇതിൽ കാണുന്നത്. അതേപോലെ തന്നെ ഈ രണ്ട് സുഹൃത്തുക്കളും അവരുടെ ഡോഗ്സും തമ്മിലുള്ള ഹണ്ടിങ് ഡോഗ്സാണ്, വെറും ഡോഗ്സ് അല്ല. അവർ നായാട്ടിന് പോകുമ്പോൾ മൃഗങ്ങളെ വേട്ടയാടാനൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകുന്ന ഡോഗ്സാണ്. അവരുമായിട്ടുള്ള ബന്ധവും ആണ് ബേസിക്കലി കഥയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊരു ഫ്രണ്ടിൻ്റെ പേര് ഹെൻറിക് എന്നാണ്, മറ്റേ ഫ്രണ്ടിൻ്റെ പേര് മോർട്ടൻ എന്നാണ്. അപ്പോൾ ഹെൻറിക് ആണ് നമ്മളുടെ നരേറ്റർ. പക്ഷേ കഥ ഇപ്പോഴും ഹെൻറിക്കിൻ്റെ വ്യൂ പോയിൻറ്റിൽ മാത്രമല്ല പോകുന്നത്. ചില സമയത്ത് അതൊരു ഒംനിഷ്യൻ്റ് പോയിൻ്റ് ഓഫ് വ്യൂവിലും പോകുന്നുണ്ട്. അതായത് നമുക്ക് ഹെൻറിക്കിൻ്റെ കാര്യങ്ങളും ചില സമയത്ത് കഥയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഹെൻറിക്ക് മോർട്ടനെ കാണുകയാണ്. എവിടെയാണ് കാണുന്നത്? ഒരു ഫാം യാർഡിലാണ്. അവരുടെ ഒരു തോട്ടം പോലുള്ള ഫാം പോലുള്ള സ്ഥലത്ത് മോർട്ടൻ തൻ്റെ പട്ടിയെയും കൊണ്ട് നടക്കുന്നത്, തൻ്റെ ഡോഗിനെയും കൊണ്ട് നടക്കുന്നതാണ് ആദ്യം നമ്മൾ ഹെൻറിക്കിൻ്റെ കണ്ണിലൂടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഹെൻറിക്കിന് ചെറിയ പട്ടികളെ ഇഷ്ടമല്ല, ചെറിയ സ്മോൾ ഡോഗ്സിനെ ഹെൻറിക്കിന് ഇഷ്ടമല്ല. അപ്പോൾ ഇവർ നായാട്ടിന് അല്ലെങ്കിൽ ഹണ്ടിങ്ങിന് പോകുന്ന സമയത്ത് മോർട്ടൻ്റെ ഡാഷ് ഹണ്ട് എന്ന് പറയുന്ന ബ്രീഡിനെയും അതുപോലെ ഹെൻറിക്ക് മൺസ്റ്റർലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള അയാളുടെ ബ്രീഡിലുള്ള അങ്ങനത്തെ ഒരു ബ്രീഡിലുള്ള ഡോഗിനെയാണ് കൊണ്ടുപോകാറ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഇവർ തമ്മിലൊരു പാക്റ്റ് ഉണ്ടായിരുന്നു. അതായത് ഇവർ തമ്മിലൊരു കരാറ് പോലെ ഉണ്ടായിരുന്നു. എന്ത്? ഈ തങ്ങളുടെ ഡോഗ്സിന് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നാൽ, എന്ത് ബുദ്ധിമുട്ട്, ഏതർ അതിനെന്തെങ്കിലും അപകടം പറ്റുമോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും അസുഖം വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനെ വെടിവെച്ച് കൊല്ലുക. ഒരുതരം മേഴ്സി കില്ലിങ് എന്ന് പറഞ്ഞാൽ ദയാവതെന്ന്. കാരണം വളരെ മോശമായിട്ടുള്ള അവസ്ഥയിൽ കിടക്കുന്ന ആളെ, അതായത് ഇനി ജീവിക്കാൻ അതിനൊരിക്കലും സാധിക്കില്ല, അപ്പോൾ അത് അത്രയും കിടന്ന് നരകിക്കണ്ട എന്നുള്ളത് കൊണ്ട് നമ്മളതിനെ കൊല്ലുക എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും, അപ്പോൾ എന്താ വെച്ചാൽ സ്വന്തം വളർത്തി വലുതാക്കിയ ഡോഗിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അയാൾക്ക് സാധിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മറ്റേ ആൾ ചെയ്യും. അപ്പോൾ ഹെൻറിക്കിൻ്റെ ഡോഗിനാണ് എന്തെങ്കിലും പറ്റിയതെന്നുണ്ടെങ്കിൽ മോർട്ടൻ അതിനെ ഷൂട്ട് ചെയ്യും. മോർട്ടൻ്റെ ഡോഗിനാണ് എന്തെങ്കിലും പറ്റിയെന്നുണ്ടെങ്കിൽ ഹെൻറിക്ക് അതിനെ ഷൂട്ട് ചെയ്യും. അങ്ങനെയാണ് അവർ ചെയ്തിരുന്നത്. അവർ ചെയ്തിട്ടുണ്ട്. ഒരിക്കലും മോർട്ടൻ്റെ ഡോഗിന് ക്യാൻസർ വന്ന സമയത്ത് ഹെൻറിക്ക് അതിനെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരിക്കൽ തന്നെ മോർട്ടൻ്റെ ഡോഗിനെ ദേഹത്തോടെ എന്തോ കയറി ഇറങ്ങി, ബേസിക്കലി വണ്ടികൾ എന്തോ ഇടിക്കുകയോ ചെയ്ത സമയത്തും ഇതുപോലെ തന്നെ ഹെൻറിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവർ തമ്മിലുള്ള ഒരു പാക്റ്റായിരുന്നു. അത് അവർ തമ്മിലുള്ള ബന്ധത്തിനെയും കാണിക്കുന്നുണ്ട്, അവരും അവരുടെ ഡോഗ്സും തമ്മിലുള്ള ബന്ധത്തെയും കാണിക്കുന്നുണ്ട്. കാരണം അവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പും അവർക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഫ്രീഡം, ട്രസ്റ്റും ഒക്കെയാണ് അതിൽ കാണിക്കുന്നത്. അതേപോലെ തന്നെ അവരുടെ ഡോഗ്സിനോട് അവർക്കുള്ള ഒരു എമ്പത്തിയും, അതുപോലെ അത് ഒരിക്കലും വേദനിക്കരുത് അല്ലെങ്കിൽ നരകിക്കരുത് എന്നുള്ളതൊക്കെ ഒരു തോന്നലും ആണ് അവിടെ നമ്മൾ കാണുന്നത്. പിന്നെ മെയിനായിട്ട് ഉള്ളത് മോർട്ടൻ്റെ ഭാര്യയും തമ്മിലുള്ള റിലേഷനാണ്. സോ മോർട്ടൻ്റെ ഭാര്യ എന്ന് പറയുന്നതാണ് ടീന. സോ ടീനയുടെ ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീന ഭയങ്കര ആംബീഷ്യസ് ആയിട്ടുള്ള, ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള, അത്യാവശ്യം ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ടീനയ്ക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. എല്ലാ കാര്യങ്ങളും എങ്ങനെ നടക്കണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ മോർട്ടൻ ടീനയുടെ കൂടെ നിൽക്കുമ്പോൾ മോർട്ടൻ കുറച്ച് ഇൻഫീരിയർ ആണ്. അപ്പോൾ മോർട്ടൻ ഒരിക്കലും ഒരു ഡയലോഗ് പറയുന്നുണ്ട്, എന്ത്? യു ഹാവ് ടു നോ വെൻ യു ഹാവ് നോട്ട് ഗോട്ട് ഇറ്റ് ഇൻ യു. അതായത് നിങ്ങൾക്ക് അറിയണം എന്ത് നിങ്ങളെക്കൊണ്ട് ഇത് പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അത് ബേസിക്കലി നമ്മളോടത് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മോർട്ടൻ്റെ ഒരു കൈൻഡ് ഓഫ് സെൽഫ് അവെയർനെസ് ആണ്. അതായത് ടീനയുടെ മുമ്പിൽ മോർട്ടൻ്റെ ഒരു ലെവൽ എന്താണെന്നുള്ളതാണ്. സോ മോർട്ടൻ്റെ ഡോഗ്സിനെ വളരെ സിമ്പിളായിട്ടുള്ള പേരുകൾ വിളിക്കാനൊക്കെ ആയിരുന്നു ഇഷ്ടം. പക്ഷേ ടീനയ്ക്ക് അത് കുറച്ച് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പേരുകൾ വേണമെന്നുള്ളതുകൊണ്ട് തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പേര് ആണ് ഡോഗ്സിന് ഇട്ടിരുന്നത്. ലൈക്ക് ഒരു 3 സെറ്റ് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഒക്കെയുള്ള
വളരെ സാധാരണ നമ്മൾ ഡോഗ്സിനൊക്കെ ചെറിയ പേരുകളാണ്, നിക് നെയിം പോലത്തെ പേരുകളാണ്. പക്ഷേ അത് ടീനയുടെ നിർബന്ധം അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ അത് ചെയ്യണം എന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ നമ്മളോട് റൈറ്റർ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഹെൻറിക്കിൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലൂടെ പറയുന്നുണ്ട് എന്ത്, വർഷങ്ങളായിട്ട് ഇവരുടെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ എല്ലാവരും വിചാരിച്ചിരുന്നു എന്ത്, മോർട്ടൻ അവളുടെ ലൈക്ക് വെൻ ഹീ സ്റ്റാൻഡ് ബിസൈഡ് ഹർ, അയാൾ ഭയങ്കര ചെറുതായി തോന്നിയിരുന്നു. ഫിസിക്കലി ഉള്ള ചെറുതല്ല പറയുന്നത്, പക്ഷേ ആസ് എ പേഴ്സൺ നമ്മളൊരാളുടെ മുമ്പിൽ ചെറുതാവെന്ന് പറയുമ്പോൾ നമ്മളൊരു അർത്ഥത്തിലല്ലേ അത് പ്രയോഗിക്കുന്നത്. മാത്രമല്ല ഇവർ തമ്മിൽ പിരിയും എന്നുള്ളതും ഏതാണ്ട് എല്ലാവർക്കും ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കഥ നമ്മളോട് ഈ കഥ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഹെൻറിക്കിൻ്റെ വ്യൂവിലൂടെ നമ്മൾ ഈ കഥ കാണുമ്പോൾ മോർട്ടൻ ഒറ്റയ്ക്കാണ്. മോർട്ടൻ്റെ ഭാര്യയും അതുപോലെ തന്നെ മക്കളും ഉപേക്ഷിച്ച് അബാൻഡൻ ചെയ്ത് പോയിട്ടുണ്ട്. അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തിൻ്റെ ഡോഗ്സ് മാത്രമേ ഉള്ളൂ. അപ്പം മോർട്ടൻ്റെ ഡോഗ്സിനെ പല തവണയായിട്ട് വെടിവെച്ചു അല്ലെങ്കിൽ ഷൂട്ട് ചെയ്ത് കൊന്നു എന്നുള്ളത് നമ്മളോട് പറയുമ്പോൾ അയാൾ അതായത് ഹെൻറിക്കിൻ്റെ റോൾ കുറേ തവണ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണുന്നുണ്ട്. പക്ഷെ അതേ സമയം തന്നെ അതൊരു നമ്മൾ ഈ ഷൂട്ട് ചെയ്യുക അതൊരു എന്താ പറയുന്നത് മാസ്കുലിനിറ്റിയുടെ ഒരു കൈൻഡ് ഓഫ് സിമ്പിളായിട്ടാണ് അത് കാണിക്കുന്നത്. ആൻഡ് അത് അൺകംഫർട്ടബിൾ ആണ് എന്നുള്ളതും കൂടെ ഹെൻറിക്ക് നമ്മളോട് പറയുന്നുണ്ട്. സ്റ്റോറി എൻഡ് ചെയ്യുന്നത് ഭയങ്കര ഒരു ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള രീതിയിലാണ്. ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ക്ലൈമാക്സ് ഒന്നും അല്ല നമുക്ക് തരുന്നത്. എന്താ കാണുന്നത്, നമ്മൾ ഹെൻറിക്ക് മോർട്ടനെ കാണുകയാണ് നിലാവെളിച്ചത്തിൽ, ട്വൈലൈറ്റിലാണ് കാണുന്നത്. ആൻഡ് ആ മോർട്ടനെ കാണുന്ന സമയത്ത് ഹെൻറിക്കിന് തോന്നുന്നത് സ്വന്തം ജീവിതത്തിൽ ഉണ്ടാവുന്ന പല ഇവൻറ്റ്സും പല കാര്യങ്ങളും കാരണം എക്സോസ്റ്റഡ് ആയി ജീവിതം മടുത്തു പോയി വേൺ ഔട്ട് ആയ ഒരു മനുഷ്യനെയാണ് ഹെൻറിക്ക് കാണുന്നത് മോർട്ടനിൽ. ആൻഡ് ആ മോർട്ടനെ കാണുന്ന സമയത്ത് ഹെൻറിക്ക് കുറേ കാര്യങ്ങൾ എന്താ പറയുന്നത് ആലോചിച്ചെടുക്കണം. അവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, അവർ തമ്മിലുള്ള ഒരു ബന്ധം, അവരുടെ ലോയൽറ്റി, അത് അവരുടെ ബന്ധത്തെ ബൈൻഡ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഈ കഥ അവസാനിപ്പിക്കുന്നത്. ഒത്തിരിയധികം ക്യാരക്ടേഴ്സും ഒന്നും ഇല്ലാത്ത ഒരു സ്റ്റോറിയാണ് ഹെൻറിക്കും മോർട്ടൻ, അതുപോലെ തന്നെ മോർട്ടൻ്റെ വൈഫായിട്ടുള്ള ടീന, പിന്നെ അവരുടെ ഡോഗ്സ്. പക്ഷേ ഇവരൊക്കെ തമ്മിലുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ബേസിക്കലി പ്ലോട്ടിലൂടെ വരച്ച് കാട്ടാൻ വേണ്ടിയിട്ട് ഓഥർ ശ്രമിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു സമ്മറിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ആ നോട്ട്സും കൂടെ ഒന്ന് സ്ക്രീനിലുള്ളത് വായിച്ചേക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേയൊക്കെ ഐഡിയ കിട്ടും. ഓക്കെ, താങ്ക് യു.